പുതുവത്സര ആഘോഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ സാധാരണ ദിവസങ്ങൾ ആരംഭിച്ചു. ഇന്നു മുതലാണ് നമ്മുടെ പുതിയ വർഷത്തെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. പുതിയ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഉത്സാഹത്തിലാണിപ്പോൾ. ചിലർ എടുത്ത തീരുമാനങ്ങൾ കാണത്തക്ക വിധം എവിടെയെങ്കിലും എഴുതി എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊരു നല്ല കാര്യമാണ്. ഓരോരുത്തരുടെയും തീരുമാനങ്ങളും വ്യത്യാസങ്ങളായിരിക്കും. പുതുവർഷത്തെ ചില തീരുമാനങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യും. ദിവസം 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ബൈബിളിലെ 3 അധ്യായങ്ങൾ വായിക്കും. 5 മിനിറ്റിൽ കൂടുതൽ ഞാൻ ഫോണിൽ നോക്കിയിരിക്കില്ല. എല്ലാ മാസവും ഒരു പുസ്തകമെങ്കിലും വായിക്കും. ഇങ്ങനെ ഒട്ടനവധി തീരുമാനങ്ങൾ. ചില കാര്യങ്ങൾ ചെയ്യുമെന്നും ചിലത് ചെയ്യില്ല എന്നുമുള്ള തീരുമാനങ്ങൾ. നല്ല തീരുമാനങ്ങളാണിവ. ഇവയൊക്കെ പാലിച്ചാൽ വ്യക്തി ജീവിതത്തിൽ പല ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുതുവർഷത്തിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും പാലിക്കാൻ ഇടയാകട്ടെ. ചില മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ ശേഷം എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമല്ലോ. ഇല്ലെങ്കിൽ ചിന്തിക്കണം. എടുത്ത തീരുമാനങ്ങൾ പാലിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് സന്തോഷവും അഭിമാനവും തോന്നും. ഇല്ലെങ്കിൽ നിരാശയും തോന്നും. ഈ തോന്നലുകളുടെ ഒക്കെ അടിസ്ഥാന കാരണം എൻ്റെ തീരുമാന ശക്തി കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടുമാണ് ഞാൻ ഈ നേട്ടമുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ തീരുമാനം നടപ്പാക്കിയത് എന്ന വിചാരമാണ്. ഈ മനോഭാവത്തിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്, ഇത് അഹങ്കാരമാണ്. രണ്ടാമത്, ഇത് നന്ദിയില്ലായ്മയാണ്. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങളുടെ മിടുക്കാണ് എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ഒരു കാര്യം നിങ്ങൾ നിവർത്തിച്ചാൽ അത് നിങ്ങളുടെ നേട്ടമാണ് എന്ന് കരുതിയാലും നിങ്ങൾക്ക് തെറ്റി. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്നത് ഇങ്ങനെയാണ്: ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ആഗ്രഹം തരുന്നത് ദൈവമാണ്. ആ നല്ല കാര്യം ചെയ്യാൻ സഹായിക്കുന്നതും ദൈവമാണ്. ഈ മനോഭാവം എല്ലാ ദിവസവും ഉണ്ടായാൽ അത് വർഷം മുഴുവനും നമ്മെ സഹായിക്കും. ദൈവത്തോട് നന്ദി കാണിച്ച് വിനയത്തോടെ ജീവിക്കാൻ വർഷം മുഴുവൻ അത് നമ്മെ ഇടയാക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.